വിനാദം നാദം നാദം അതും തും 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 തു വിനാദം നാദം നാദം. അങ്ങനെ പകൽ മുഴുവൻ എല്ലാ ദിവസവും 365 ദിവസവും തെറിവിളി കേട്ടിരുന്ന CPM-ന് ഇടയ്ക്ക് മരുഭൂമിയിൽ പെയ്ത ഒരു മഴത്തുള്ളി പോലെ ഒരു 2 നല്ല വാക്ക് കാശ് കൊടുത്ത് പറയിച്ചതാണോ എന്നൊരു സംശയം നമുക്കില്ലാതില്ല. അത് ഉള്ളിന്ന് വന്ന് ഉള്ളിന്നാണോ ഉരുളക്കിഴങ്ങിന്നാണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. എന്താ ഒരു സ്ത്രീപക്ഷം, ഇവരുടെ ഒരു സ്ത്രീപക്ഷം നിങ്ങൾ കണ്ടില്ലേ സുഹൃത്തുക്കളെ? ഇതുപോലെ ആ സ്ത്രീ മികച്ച ഒരു സ്ത്രീ, ഒരുപാട് കഴിവുകളുള്ള മിടുക്കിയായ അവരെ സോഷ്യൽ മീഡിയയിൽ തെറിവിളിക്കുകയാണ് കണ്ണിൽ ചോരയില്ലാത്ത യൂത്ത് കോൺഗ്രസുകാർ. അതെ, എന്നിട്ടും അവരുടെ കഴിപ്പണം കെട്ട ഭർത്താവ് എന്നൊക്കെയല്ലേ നിങ്ങൾ താങ്ങിയത്? ശബരിനാഥൻ ഭാര്യയെ പിന്തുണച്ച് സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഇയാൾ ഒരു ഭർത്താവാണോ? അതെ, ആണോ 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 പറഞ്ഞ ചോറി സത്യം. ഇത്രയും തങ്കപ്പെട്ട ഒരു മനുഷ്യൻ തങ്കപ്പെട്ടനാണോ പൊന്നപ്പേട്ടനാണോ എന്ന് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് സംസാരിക്കാം. നിങ്ങൾ ദിവ്യ സയ്യറിന് എന്താണ് ഓഫർ ചെയ്തത്? ഞങ്ങൾ ഓഫർ ചെയ്തത് കൊണ്ട് പറയിപ്പിക്കില്ല കേട്ടോ. 3-ാം സർക്കാരിലും ഒരു മികച്ച കസേര കൊടുക്കാമെന്ന് പറഞ്ഞാണോ? അത് ഉള്ളിന്ന് പറഞ്ഞതാണോ? ഉള്ളിന്നാണോ? അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്കൂ, ഭർത്താവ് കോൺഗ്രസ് പ്രവർത്തകൻ, കോൺഗ്രസിന്റെ മുൻനിര നേതാവ്, അദ്ദേഹത്തിന്റെ ഭാര്യ നമ്മുടെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി പറയണമെങ്കിൽ ആദ്യം മുഖ്യമന്ത്രിയെ പോയിട്ട് സംസാരിച്ചായിരുന്നു. അതെ, നമുക്കൊരു ഡൗട്ട് അടിച്ചായിരുന്നു ഇതിന്റെ പിന്നിലെ കളി എന്താണ്. പിന്നെ മുഖ്യമന്ത്രിയുടെ കൂടെ ഇവർ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു പരിചയം വെച്ച് പറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഈ കെ രാഗേഷിനെ എന്തിനാണോ മറ്റേ ദിവ്യ അയ്യർ ഇങ്ങനെ പൊക്കിയടിച്ചതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, അവർക്ക് വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഇല്ലേ എന്ന്. ശരിയാണ്, അവർക്ക് വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അവർ ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരാളാണ്, ഒരു IAS ഉദ്യോഗസ്ഥയാണ്. അതെ, ഒരു രാഷ്ട്രീയ ഒരു ഉദ്യോഗസ്ഥ നിയമനമല്ല നടന്നത്, രാഷ്ട്രീയ നിയമനമാണ്. അതായത് കെ രാഗേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആക്കി. അതിന് കർണന് കിട്ടിയ കവചം പോലെ പറയുന്നത്. കർണന് പോലും അസൂയ തോന്നും, കർണന് പോലും കിട്ടിയിട്ടില്ല ഇത്തരത്തിലൊരു കവചം. മുഖ്യമന്ത്രി കെ രാഗേഷിന് കൊടുക്കുന്ന കവചം തീർത്തിരിക്കുന്നത്. ഇത് കർണന് കിട്ടിയിട്ടുണ്ടോ ഇത്രയും വലിയ കവചം? കർണന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയാമോ? അറിയാം. അതായത് കർണന് സ്വന്തം ജീവൻ ആപത്താണ് എന്ന് കരുതിയിട്ട് തന്റെ കവചകുണ്ടലങ്ങൾ കൊടുത്ത ആളാണ്. അപ്പൊ അത്രത്തോളം എല്ലാം അകമഴിഞ്ഞ് മുഖ്യമന്ത്രിക്ക് വേണ്ടി സമർപ്പിച്ച കെ രാഗേഷ് കഴിഞ്ഞ 3 വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഗുണങ്ങള് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ്. തീർച്ചയായിട്ടും ആദ്യത്തെ പോസ്റ്റ് ആയിരുന്നു അത്, കെ രാഗേഷിനെ പിന്തുണച്ചോട്ട്. രണ്ടാമത് വിമർശനവും വിവാദവും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ ദിവ്യ സയ്യർ വീണ്ടും ഒരു വീഡിയോ ഇട്ടു. അതിനകത്തിൽ നന്മയുള്ളവരെ കുറിച്ച് പറയുന്നതിൽ അങ്ങനെ നന്മയുള്ളവരെ കുറിച്ച് 4 ആളോട് പറയുന്നതിൽ അത്ര വേവലാതിപ്പെടേണ്ട കാര്യം അങ്ങനെ എന്തോ എല്ലാവർക്കും ഞങ്ങൾ CPM-കാരെല്ലാം നന്മയുള്ളവരാണ്. അല്ലല്ല, നമുക്കതൊന്നും അല്ല സംസാരിക്കാനുള്ളത്. നമുക്കതൊന്നും അല്ല ഇവിടെ സംസാരിക്കാനുള്ളത്. ദിവ്യ സയ്യർ അവരുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞു. അതിന് നമുക്ക് യാതൊരു നിങ്ങൾ രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു ആലേക്ക്. അതല്ല, നിങ്ങൾ അന്നേരത്തേക്ക് ഈ സ്ത്രീപക്ഷം പറഞ്ഞുകൊണ്ട് വന്നതാണ് നമുക്ക് പറ്റാത്തത്. ഒരു സ്ത്രീയെ സൈബർ ഇടത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ആരാ ഈ പറയുന്നത്? നിങ്ങൾ സ്ത്രീപക്ഷം മിണ്ടാതിരോട് അവിടെ. ഞങ്ങൾ ഉപദ്രവിക്കാവോ? യൂത്ത് കോൺഗ്രസ് നിങ്ങളുടെ ഞാൻ പറയാം, ആ കെ രമ അവളുടെ മോനെ നടു റോഡിൽ പൂക്കുല പോലെ ചിതറിക്കും എന്ന് ഭീഷണി കത്തെഴുതിയത് ആരാടോ? ആ സ്ത്രീയെ അങ്ങേയറ്റം അതൊന്ന് ഭർത്താവ് മരിച്ച എന്തോ ഡയലോഗ് കെ രമയെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. ഭർത്താവ് മരിച്ചതിന് കിട്ടിയ കസേരയാണെന്ന് അവർക്ക് MLA കസേര. ഇതൊക്കെ പറഞ്ഞത് ആരാടോ? അപ്പൊ നിങ്ങളുടെ സ്ത്രീപക്ഷം എങ്ങോട്ട് പോയായിരുന്നു? അത് ഞങ്ങൾ കായംകുളത്തെ ഹരിത ബാബുവിനെ കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞ? ആ പാൽക്കാരി മറ്റേ പാൽ സൊസൈറ്റിയിൽ എങ്ങാനും പോയി മത്സരിക്കാൻ നിൽക്കാൻ നിങ്ങളുടെ സ്ത്രീകക്ഷത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നോണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്താണ് പറഞ്ഞത്? കുഴപ്പമില്ല, ദിവ്യ സയ്യറെ അധിക്ഷേപിക്കരുത്, ഞങ്ങളെ പൊക്കി പറഞ്ഞാൽ അധിക്ഷേപിക്കരുത്. ഞങ്ങള് നല്ലത് ദിവ്യ സയ്യരെ നിങ്ങൾക്ക് ഇവരുടെ സ്വഭാവം അറിഞ്ഞുകൂടാണ്. നാളെ നിങ്ങൾ മുഖ്യമന്ത്രിയെ ഒന്ന് വിമർശിച്ചു നോക്ക്. ഇന്നിപ്പൊ താങ്ങി പിടിക്കുന്നവരെല്ലാം കൂടെ നിങ്ങളെ ചീത്ത വിളിപ്പിക്കും. സ്വാഭാവികം അത് ഇവരുടെ
സ്വഭാവമാണ്. അത് ഞങ്ങൾ മാത്രമല്ല, അത് എല്ലാരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നല്ലത് പറഞ്ഞാ കൂടെ നിൽക്കും, ചീത്ത പറഞ്ഞാ എതിർന്ന് നിൽക്കും. അത് മനുഷ്യ സ്വഭാവമാണ്. അത് ഞങ്ങൾ മാത്രം കുറ്റമൊന്നുമല്ല. ഇവിടെ മാനവരാശി ഉണ്ടായ കാലം മുതൽ ഇവരുടെ എം മണി നേതാവുണ്ട്. അങ്ങേര് ചീത്ത വിളിക്കാത്ത പെണ്ണുങ്ങൾ ഈ ലോകത്ത് കാണത്തില്ല കേട്ടോ. പക്ഷെ സ്ത്രീപക്ഷമാ. ഞങ്ങൾ സ്ത്രീപക്ഷമാണ്. അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. കഴിഞ്ഞിട്ട് മറ്റേ ആനിരാജ CPI-യുടെ നേതാവിനെ ഇവരുടെ എം മണി സഖാവ് പറഞ്ഞത് എന്തുവെന്നറിയാവോ? ആ പെണ്ണപ്പിള്ള അവിടെ ഡൽഹിയിലിരുന്ന് ഉണ്ടാക്കുവോ. നമ്മളെല്ലാവരും സമരം നടത്തിയവരെ കുറിച്ച് അങ്ങേര് എന്തുവായിരുന്നു പറഞ്ഞത്? അവിടുത്തെ ദേവികുളത്തെ മറ്റേ കളക്ടറായിട്ടിരുന്ന രേണുരാജിനെ എന്തെല്ലാം അവിടെ അങ്ങേര് പറഞ്ഞത്? നല്ല ചൊറിയുണ്ടല്ലോ ഞങ്ങളെ പറ്റി നല്ലത് പറഞ്ഞേനെ. നിങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞതിലല്ല, നിങ്ങളുടെ സ്ത്രീപക്ഷമാണ് നമുക്ക് പറ്റാത്തത്. ഞങ്ങൾ സ്ത്രീപക്ഷമാണ്. നമ്മളാരും എല്ലാം തികഞ്ഞവരൊന്നും അല്ല. നമുക്ക് ചുറ്റുമുള്ള ബോധം നിങ്ങൾക്ക് വേണം, പ്രത്യേകിച്ച് നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക്. നിങ്ങളെല്ലാം തികഞ്ഞവരൊന്നും അല്ല കേട്ടല്ലോ. നിങ്ങളും എല്ലാം ഇവിടെ കോൺഗ്രസും BJP-യും ആരും എല്ലാം തികഞ്ഞവരൊന്നും അല്ല. നമ്മളെല്ലാരും എല്ലാം തികഞ്ഞവരല്ല. നമുക്ക് ചുറ്റുമുള്ളവരിൽ നന്മയും നമുക്ക് പഠിക്കാനുള്ള നിരവധി കാര്യങ്ങളും ഉണ്ടാകും. ദിവ്യാസയറിന്റെ വാക്കല്ലേ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വല്ലോട്ടെ പണം വല്ലവരും പണയം എടുത്തിട്ട് വീണ്ടും ഛർദിക്കാൻ നിൽക്കാതെ. നമ്മൾ കണ്ട നിങ്ങൾക്ക് അവിടെ മറ്റേ ഉണ്ടാക്കുക, പരനാറി, കുലംകുത്തി നമ്മൾ കണ്ടെത്തുന്ന ഈ നന്മകളെ കുറിച്ച് നാലാളോട് പറയാൻ പ്രയാസം വേണ്ട. അതല്ല അവര് കാണിച്ചത്. അവര് നന്മ കണ്ടെത്തി, ഞങ്ങള് നന്മ കണ്ടെത്തി അത് പറഞ്ഞു. അതിനെന്തിനാ ഇങ്ങനെ പറഞ്ഞിട്ട് ആക്രമിക്കുന്നത്? മോശം 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 മോശം. കൊടുക്കുന്ന ആ കരുതലുണ്ടല്ലോ, ആ സ്ത്രീകക്ഷ കരുതൽ. ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് സെക്രട്ടേറിയറ്റിൽ കിടക്കുന്ന ആശമാരോട് അത് കാണിക്കത്തില്ല. അവരോട് സ്ത്രീകക്ഷയില്ല, അവരെ പിന്നാമ്പുറം കാണിക്കും. അവർക്ക് പിന്നിൽ വേറെ ആൾക്കാരുണ്ട്. അതെ 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 അതെ, അവർക്ക് പിന്നിൽ വേറെ ആൾക്കാരുണ്ട്. കഴിഞ്ഞായിരുന്നു? ഇല്ല, കഴിഞ്ഞില്ല. ഇനി കുറച്ചുകൂടെ ഉണ്ട്, പറയട്ടാ. ഇവിടെ എങ്ങനെ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് സാധിക്കും. സ്ത്രീകളെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്നത് നിങ്ങൾ, സ്ത്രീകളെ സൈബറിടത്തിൽ അപമാനിക്കുന്നത് നിങ്ങൾ. അതായത് നിങ്ങൾ അപമാനിക്കാത്ത ഏതെങ്കിലും രാഷ്ട്രീയ, നിങ്ങളുടെ എതിർ പാർട്ടിയിലുള്ള ഏതെങ്കിലും സ്ത്രീകളെ നിങ്ങൾ ആക്രമിക്കാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? അവരും ഞങ്ങൾ ആക്രമിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ സ്ത്രീകളെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെ. ഞങ്ങൾ എന്ത് ഉപദ്രവമാണ് നിങ്ങൾ കാണിക്കുന്നത്? എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? ഞങ്ങളെ പെണ്ണുങ്ങളെ നിങ്ങൾ ആരും ഒന്നും പറയാറില്ല. പക്ഷെ എന്നിട്ട് നിങ്ങളുടെ ആ സ്ത്രീകക്ഷം നമുക്ക് പറ്റാത്തത്. നിങ്ങൾക്ക് പറ്റില്ലെങ്കിലേ ചൊറിഞ്ഞോണ്ട് മാറിയിരുന്നു. കാരണം ചൊറിയേണ്ടി വരും അവസാനം. നിങ്ങൾ ചൊറിയും, ചെറിഞ്ഞോണ്ടിരിക്കുകയുള്ള അവസാനം ചുമയും വരും. അതെ, ചുമ വരും. എന്നിട്ടും ആ സ്ത്രീകക്ഷത്തിന് വേണ്ടിയുള്ള പോരാട്ടം നിങ്ങൾ കാണാതെ പോകും. ഞങ്ങളെ പറ്റി രണ്ട് നന്മ വാക്ക് പറയാൻ ഇവിടെ ആർക്കും അധികാരമില്ല. ഉള്ളത് പറഞ്ഞ നാ വരിയുന്ന സ്വഭാവം. എന്ത് സ്വഭാവമാണിത്? ഒന്നുമില്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരന്റെ ഭാര്യയല്ലേ ഞങ്ങളെ പറ്റി നല്ലത് പറഞ്ഞത്? അപ്പൊ നിങ്ങൾ ആളുകാരുടെ ഭാര്യയല്ല, അവൻ നമ്മൾ ദിവ്യാസയ്യർ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. കോൺഗ്രസ് കോൺഗ്രസ്സുകാരന്റെ ഭാര്യ ശബരിനാഥൻ പറയാൻ, ശബരിനാഥൻ മറുപടി പറഞ്ഞു. എന്തിനെ ഈ ദിവ്യാസയ്യർ പറഞ്ഞ കാര്യത്തിന് എന്തിനാണ് ഈ ശബരിനാഥൻ മറുപടി പറയേണ്ടത്? അതെ അതെ, കോൺഗ്രസ് നിങ്ങളല്ലേ ചോദിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങളല്ലേ കോൺഗ്രസ്സുകാർ ശബരിനാഥന്റെ ഭാര്യയെ വേട്ടയാടുന്നേ, എന്നിട്ടും നട്ടലില്ലാത്ത ശബരിനാഥൻ ഒരു അക്ഷരം മിണ്ടുന്നില്ലേ എന്നാണല്ലോ നിങ്ങൾ കുരയ്ക്കുന്നത്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളെ വീണയെ എന്തെല്ലാം പറയുന്നുണ്ട് മറ്റേ ഈ പറയുന്ന കോൺഗ്രസ്സുകാരും BJP-കാരും ഒക്കെ. ഞാൻ എന്താട്ടോ റിയാസ് രണ്ട് വാക്ക് പറയാത്തത്? അപ്പൊ അങ്ങേർക്ക് നട്ടലില്ലേ? പണ്ണാ മുഖ്യമന്ത്രി സ്വന്തം മോളെ കുറിച്ച് എന്തെല്ലാം പറയുന്നു ആ സ്വപ്ന സുരേഷ്. എന്തെല്ലാം പറഞ്ഞു, എന്നിട്ട് എന്താ തിരിച്ചൊരു അക്ഷരം പറയാത്തത്? നട്ടലില്ലേ? പണ പോരട്ടെ, അടുത്ത രണ്ട് കൊണയടി വരട്ടെ. ക്യാപ്സൂൾ ഇല്ലേ? വിഴുങ്ങിയോ? തീർന്നു? എന്നാ പിന്നെ ശബരിനാഥനൊന്നും പറയണ്ട, മതി. താങ്കളുടെ യൂത്ത് കോൺഗ്രസ് കാണിക്കുന്ന ഈ ഒരു കാര്യം അതിനെതിരെ താങ്കൾ എന്തെങ്കിലും HFI-യും DYFI-യും കാണിക്കുന്നത്? ഒരു കാര്യം പറഞ്ഞു എങ്ങനെയെങ്കിലും ഒരു പോയിന്റ് ഒപ്പിക്കുമ്പോ താങ്കളുടെ ഭാര്യയെ ഇതാണ് CPM-ന്റെ സ്ത്രീകക്ഷം, സ്ത്രീപക്ഷം. ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങൾ നല്ലത് പറയുന്നവരെ. അയ്യോ, നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മള് കണ്ടോണ്ടിരിക്കുക. അതുകൊണ്ടാ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് പെണ്ണുങ്ങൾ പൂരെ തെറി വിളിക്കുന്നത്. സ്ത്രീ സൗഹൃദമായ ഒരു നഗരം, ഒരു നാട്. ഇവരുടെ പാർട്ടിയിലെ പെണ്ണുങ്ങൾക്ക് പോലും മനസമാധാനം ഇല്ല. നിങ്ങൾ ഞങ്ങൾക്ക് മനസമാധാനം. പാർട്ടിയിലുള്ളവരെ സഖാക്കന്മാര് പീഡിപ്പിക്കുക, അശ്ലീല വീഡിയോ എടുക്കുക, പ്രചരിപ്പിക്കുക,
ഇതൊക്കെ എവിടെ നടക്കുന്നത്? എവിടെല്ലാം നടക്കുന്നു. ആലപ്പുഴയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താ നിങ്ങളുടെ പാർട്ടിയിൽ? പറ. ഒറ്റപ്പെട്ട സംഭവം. അതെ. വിരളമായ സംഭവം. വിരളം. 10 വിരലെടുത്താൽ ഒരു സംഭവം. അതെ 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 10 വിരലെടുത്താൽ അതിലെ ഒരു സംഭവം. അതെ 10 ഇത് തന്നെ അവസ്ഥ. ഇനി ഞങ്ങളെ പറ്റി നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കി പറഞ്ഞോളൂ. നിങ്ങൾ പറയാൻ മടിക്കണ്ട. ഇവിടെ സത്യം പറഞ്ഞ തല ചിതറി പോകുമെങ്കിൽ പോട്ടെ പോട്ടെ എന്ന് വെക്കണം. ഞങ്ങൾക്ക് ആവശ്യം തീർക്കും ദിവ്യാസയർക്ക്. സ്നേഹം. താങ്കൾ പേടിക്കരുത്. ഇനിയും ഇതുപോലെ ഞങ്ങളെ പൊക്കി പറഞ്ഞോണ്ട്. അതെ അപ്പോഴത്തേക്ക് മാസപ്പടി കിട്ടും. അതാ ഒരു കാര്യം ചെയ്യാം. ദിവ്യാസയരോട് ഒരു പിണുവാതിരയും കൂടെ നടത്താൻ പറയാം. എന്തിനാ? ഒരു കുമ്മിയടി. എന്തിനാ? അല്ല അതിന്റെ കൂടെ കുറവ് വേണ്ട. ഞങ്ങൾ ആലോചിക്കാം. അതെ നല്ല കാര്യം പറഞ്ഞ പോണ ഒറ്റ എണ്ണത്തിന് സഹിക്കുന്നില്ല. എല്ലാരും മാറി ഇരുന്ന് കരയാണ്. അംഗീകരിക്കാൻ പറ്റുന്നില്ല. യൂത്ത് കോൺഗ്രസ് എന്തൊരു കരച്ചില്. അയ്യോ എന്തൊരു കരച്ചില്. അതെ യൂത്ത് കോൺഗ്രസിന്റെ കരച്ചിലാണ്. അതെ സഹിക്കാൻ പറ്റുന്നു. കരഞ്ഞിരുന്ന മാറി ഇരുന്ന് കരഞ്ഞു. ഇനിയും പറയും. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആ പോരാട്ടം നിങ്ങൾ കാണാതെ പോകും. ബിജെപിയിൽ ആരാണ്ടോ നമ്മളെ പൊക്കി പറയാൻ പോണത്. അതെ 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 ശോഭാ സുരേന്ദ്രൻ. പറയും 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 ചെല്ലെന്നാ. അയ്യോ ഇങ്ങനെ കുറെ എണ്ണം. ദിവ്യാസയർക്ക് ഇതിലും വലുതൊന്നും വരാനില്ല. ഒലിക്കട മൂട്.